ഹേ ഗെയിമേഴ്സ്, എല്ലാ കൂട്ടർക്കും നമ്മുടെ ദേവാസുരൻ്റെ സീസൺ 1 സ്വാഗതം. ഗൈസ്, ഞാൻ മനസ്സിലായോ? നാറ്റൽ ഹാറ്റ് ഗൈസ്, എൻ്റെ സ്കിൻ ഇതിൽ വരുന്നില്ല ഗൈസ്. എന്തോ പ്രശ്നമുണ്ട്, എന്തോ ഇഷ്യൂ ഉണ്ട് ഗൈസ്, മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ കാത്തുനിന്നിട്ട് നമ്മുടെ ദേവാസുരം അങ്ങനെ ലോഞ്ച് ആയിട്ടുണ്ട്. ലോഞ്ച് ടൈമിൽ അത്ര കയറാൻ പറ്റിയില്ല, അതിനെക്കുറിച്ച് പറയാം. ഓക്കെ ഗൈസ്, ഞാൻ ഇതിൽ ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം 2 ടീമേറ്റ്സ് ഉണ്ട്. എനിക്ക് ആൾക്കാരുണ്ട് ഗൈസ്. ഓക്കെ, ഒന്നാമത്തെ നമ്മുടെ സൂപ്പർ ബോബ്, നിങ്ങൾ കാര്യം ഉണ്ടാവും, എൻ്റെ ബെഡ് വാസിൻ്റെ ഒപ്പം ഉണ്ടാകുന്ന ആളാണ്. പിന്നെ രണ്ടാമത് എൻ്റെ ഡോഡ്ജ് ലിപ്സ്. ഡോഡ്ജ് ലിപ്സ് എനിക്ക് മൈൻക്രാഫ്റ്റൊക്കെ പഠിപ്പിക്കുന്ന ആളാണ്. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി ഗൈസ്. ഓക്കെ അപ്പോൾ ഇവരാണ് എൻ്റെ ടീംമേറ്റ്സ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. സോ ഗൈസ്, ലോഞ്ച് ടൈമിലേക്ക് കയറാൻ പറ്റിയില്ല, ഒരു സ്ഥലം വരെ പോകണമെന്നു, പുറത്ത് ഒരു സ്ഥലം വരെ പോകണം ഗൈസ്. പിന്നെ ഡോഡ്ജ് ലിപ്സിനും കയറാൻ പറ്റില്ല. ഡോഡ്ജ് ലിപ്സിന് കുറച്ച് PC കുറച്ച് ഇഷ്യൂസ് ആയതുകൊണ്ട് അവൻ ചാവേണം. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇഷ്യൂസ് അവനും കയറാൻ പറ്റില്ല. ആകെ കയറി പറഞ്ഞത് നമ്മുടെ സൂപ്പർ ബോബാണ്. സൂപ്പർ ബോബ് ആണെങ്കിലോ കുറേ ഐറ്റംസൊക്കെ ഗ്രൈൻഡ് ചെയ്തു, കുറേ ഷിപ്പറൊക്കെ കണ്ടിച്ച് പോയി, ലാസ്റ്റ് പോയി ചത്തു. ആകെ മൂഞ്ചി കേസ്. എന്നിട്ട് അവൻ്റെ ഐറ്റംസ് മൊത്തം പോയി. എന്നിട്ട് അവൻ വീണ്ടും ഗ്രൈൻഡ് ചെയ്തു. ഞാനങ്ങനെ പിന്നെ കേസ് സാധാരണ പോലെ കുറേ വുഡ് പഠിച്ചു. ആരാല്ലേ ഞങ്ങൾക്ക് അതപ്പോൾ വേറൊരു പ്ലെയർ ഇടയിൽ കയറി വന്നിരുന്നു. അവൻ എന്നെ കുറച്ച് വുഡ് എടുത്ത് അവൻ തിരിച്ചു വന്നു കേസൊക്കെ. അങ്ങനെ നല്ല കുട്ടിയാണ്. അങ്ങനെ നമ്മളിങ്ങനെ ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ നമ്മൾ സാധാരണ കേസ് നമ്മൾ ബേസിക്സിലുണ്ടാവുന്ന പോലെ നമ്മളിങ്ങനെ കോബിൾ സ്റ്റോൺ വഴിയാണ് നമ്മൾ പിക്കാസ് ഉണ്ടാക്കി. നമ്മളിത് ഒരു ഹലോ പറഞ്ഞു ബ്രോനോട്. ഹലോ ഗൈസ്, ഹലോ. ആളുടെ പേര് ബ്രാക്സ് PvP. സീ നെയിം. അങ്ങനെ നമ്മൾ സാധാരണ പോലെ ഗൈസ്. ഞാൻ കോബിൾ സ്റ്റോൺ പഠിക്കണം. അതിൻ്റെ ഒരു നമ്മളിഞ്ഞ് അങ്ങനെ സാധാരണ പോലെ നമ്മൾ കോബിൾ സ്റ്റോൺ പഠിക്കാൻ പോയി ഗൈസ്. ക്രാഫ്റ്റിൻ്റെ കയ്യിൽ വരുന്നില്ല, എന്ത് വെച്ചാൽ നമ്മൾ കോബിൾ സ്റ്റോൺ പഠിച്ചു. നമ്മുടെ ടീം ഗൈസ് നമ്മുടെ ജാപ്പനീസാണ്. നമ്മളെ 3 ടീമും ജാപ്പനീസാണ്. നമുക്കിതിൽ ഗൈസ് കുറച്ച് ടാസ്ക് ഉണ്ട്. ഞാനത് സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാൻ പറ്റും. സൈഡിൽ കൊടുത്തേക്കാം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രമേ നമ്മുടെ നമ്മുടെ നെതർ ഓപ്പൺ ആവുള്ളൂ. 60% ആൾക്കാർ അത് കംപ്ലീറ്റ് ആക്കി മാത്രമേ നമ്മുടെ നെതർ ഓപ്പൺ ആവുള്ളൂ. നമ്മളിപ്പം മറ്റേ ബ്രാക്സ് PvP നമ്മുടെ കോബിൾ സ്റ്റോൺ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിങ്ങനെ ടൂൾസ് ഉണ്ടാക്കി. അങ്ങനെ നമ്മൾ എല്ലാം ഫുൾ സ്റ്റോൺ ടൂൾസായി. യെസ്, ഞാൻ ഇതൊക്കെ ഫുള്ള് ഞാൻ വോയിസ് ഓവർ ആയിരുന്നു ഗൈസ്. കാരണം എനിക്ക് ആ ടൈമിൽ കളിക്കുമ്പോൾ ഏത് അവസ്ഥയാണ് അറിയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ ഞാനത് പിന്നെ സൗണ്ട് അത്ര ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ വോയിസ് ഓവർ ചെയ്താലേ ക്ലിയർ ഉള്ളൂ. അങ്ങനെ നമുക്ക് ഗെറ്റിങ് അപ്ഡേറ്റ് കിട്ടി ഗൈസ്. അത് നമ്മൾ ഒരു നല്ല നമുക്ക് ഒരു മൈന് വേണം. നമ്മുടെ സൂപ്പർ ബോബ് വേറെ എവിടെയോ ആണ്, അതിനടുത്ത് എത്തണം. അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് നല്ല പ്ലേസ് കണ്ടിക്കണം. പിന്നെ അവിടെ ബേസ് ഉണ്ടാക്കണം. അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് ഗൈസ്. പിന്നെ ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് വരുന്നത്. അപ്പുറത്തെ ബ്രിഡ്ജിൻ്റെ ഇതിൻ്റെ പേര് ടൗൺ ഹാൾ എന്നാണ് ഈ ഐലൻഡിൻ്റെ പേര്. ഇത് നമ്മുടെ ബിൽഡേഴ്സിന് ഇങ്ങനെ യൂട്യൂബേഴ്സിനുള്ള ഒരു ഐലൻഡാണ്. യൂട്യൂബേഴ്സിൻ്റെ നല്ല കുറേ ബിൽഡൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഐലൻഡാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ കേസ് നിങ്ങൾ ബാക്കിയുള്ള ഒരു വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാൻ ബാക്കിയുള്ള ഒരു വീഡിയോ ഞാൻ കമൻറ്റ് ബോക്സിൽ അയച്ചേക്കാം. ഓക്കെ, കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ബാക്കിയുള്ള ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക, അവർ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ കുറച്ച് ഞാൻ ഒരു 2x കാണിക്കാം. നമ്മൾ ഇനി ഒരു എക്സ്പ്ലോറിങ് ഇറങ്ങണം കേസ്. നമ്മൾ കുറേ ഫുഡൊക്കെ കളട്ടണം. നമുക്ക് തീരെ ഫുഡില്ല. അപ്പോൾ ഞാൻ ഫുഡൊക്കെ കളട്ടാൻ പോകണം. ഓക്കെ, പിന്നെ നമുക്ക് സ്പ്രൂസ് ഫുഡ് എടുക്കണം കേസ്. ക്രീപ്പർ അയ്യോ കേസ് ക്രീപ്പർ അടിക്കാം. നമ്മൾ പ്രോ പ്ലെയർ ഇൻ്റെ കളറും പച്ച. നമ്മൾ മോശം സെറ്റ്. നമുക്ക് ഈ സ്പ്രൂസിൻ്റെ സാപ്ലിങ് എടുത്തേക്കാം. കാരണം നമുക്ക് സ്പ്രൂസ് സാപ്ലിങ് ഉപയോഗപ്പെടും. കാരണം സിമ്പിളായിട്ട് ഫാം ചെയ്യാൻ പറ്റണം. നല്ലൊരു വുഡും നമ്മുടെ സ്പ്രൂസ് തന്നെയാണ് കേസ്. അപ്പോൾ കേസ് നമ്മളങ്ങനെ ഒരു 4 സാപ്ലിങ് എടുത്തിട്ടുണ്ട്. ഞാൻ നമ്മളെ പ്ലാൻ ആണ് നമ്മൾ ഇതവിടെ വലിയ ഓഷനാണ്. അപ്പോൾ നമുക്ക് വെച്ച് നമ്മൾ ബോട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ബോട്ടിൽ പോകാം കേസ്. നമുക്ക് നമ്മൾ കപ്പലൊക്കെ ഓടിച്ച് പോകണം. നമ്മൾ പൈലറ്റാകാൻ പോകാം. നമ്മളിനി ഓരോ ഐലൻഡ്സ് നമ്മളിങ്ങനെ ആക്കും, എന്തെങ്കിലും ആക്കും. കേസ് നമ്മൾ തീരെ ഫുഡിൽ നമുക്ക് കുറച്ച് കെൽപ്പ് എടുത്തേക്കാം. വേറെ ഫുഡൊന്നും ഇല്ല. ഞാൻ മീൻ അതൊക്കെ ഈ മീൻ പറയുമ്പോൾ നല്ല പ്രശ്നം. ഈ ചെറിയ സാധനമല്ലേ മീൻ, അങ്ങനെ കിട്ടില്ല. കളിക്കാതെ നമുക്ക് ഇപ്പോൾ കെലിപ്പ് കൊടുത്തേക്ക് കേസ്. കാരണം നമ്മളെ ആ ചെക്കൻ നമുക്ക് സഹായിക്കേണ്ട കേസ് നമുക്ക് കെലിപ്പെടുക്കാൻ. സീൻ. പക്ഷേ കെലിപ്പിൻ്റെ പ്രശ്നം ആകെ ഹാഫ് അങ്കർപാനം അത്ര കൂട്ടുള്ളൂ കേസ്. ആ പ്രശ്നം തീരെ തീട്ട ഫുഡാണ്. അങ്ങനെ അപ്പി ഫുഡാണ് കേസ്. അതാണ് മെയിൻ പ്രശ്നം പറഞ്ഞത്. നമുക്ക് കുഴപ്പമില്ല, നമുക്ക് എടുക്കാം.
ചവ് 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 ചവട മീമിയെ. ഓക്കെ അത്രേ ഉള്ളൂ. നമ്മൾ എത്തും. നമ്മളെത്തില്ല. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് ഞാൻ ഫുഡ് കുറച്ച് സെറ്റായിട്ട് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു. അതല്ലേ ഇത് കുറേ ടൈം എടുക്കണം. ഓക്കെ. അപ്പോൾ അതായത് നമ്മൾക്ക് കുറച്ച് കലിപ്പൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് സ്മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്യൂവലും കുറവായി. നമുക്ക് ഒന്നുമില്ല ഇപ്പോൾ കയ്യിൽ. നമുക്ക് ആ വുഡ് മാത്രമേ കുറച്ചുള്ളൂ. അത് ഫ്യൂവലാക്കി ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് ഫ്യൂവലാക്കി ഉപയോഗിക്കാം. അല്ല വേറെ വഴിയില്ല. നമുക്ക് വേറെ ഫ്യൂവലൊന്നുമില്ല. അതാണ് പ്രശ്നം പറഞ്ഞത് മെയിനായിട്ട്. നമുക്ക് വേഗം സെറ്റപ്പ് ആവണം കേസ്. നമുക്ക് എന്തായാലും ഇപ്പോൾ അത് നമുക്ക് ഉള്ളത് കൊണ്ട് ഇപ്പോൾ ഓണം പോലെ പറഞ്ഞിട്ട് നമുക്ക് കണ്ട് ബോട്ടിൽ ഓടിച്ച് പോവുക കേസ്. നല്ലത്. ഓക്കെ. നമുക്ക് കിട്ടുന്ന സാധനമൊക്കെ എടുത്ത് നമുക്ക് ബോട്ടിൽ ഓടിച്ച് പോകാൻ നല്ലത്. ഞാൻ പറഞ്ഞത് നല്ലത്. വെറുതെ ടൈം കളഞ്ഞ കാര്യമില്ല കേസ്. ഓക്കെ. ബോട്ടിലാകുമ്പോൾ പിന്നെ നമുക്ക് അത്ര ഹങ്കർബാറും പോവില്ല. വലിയൊരു ഓപ്ഷനല്ല. അപ്പോൾ നമുക്ക് അങ്ങനെ പോകണം നല്ലത്. പക്ഷെ നമുക്ക് അത്യാവശ്യം കുറച്ചും നമുക്ക് ഒരു ഹങ്കർബാറൊന്ന് ഫുള്ളാക്കിയിട്ട് പോകാൻ പ്ലാനല്ലോ. അപ്പോൾ ഞാൻ ബോട്ട് ഓടിക്കുമ്പോൾ കാണിക്കാം. ഓക്കെ. ഞാൻ വലിയ പൈരട്ടാകുമ്പോൾ വലിയ കൊള്ളാങ്കി ആകുമ്പോൾ അപ്പോൾ ഞാൻ ഇത് ഓടിക്കുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ഓക്കെ. അങ്ങനെ കേസ് നമ്മളത് അങ്ങനെ ബോട്ട് ഓടിച്ചു. നമ്മൾ കുറച്ച് മീമീൻ്റെ സെറ്റാക്കിയിട്ടുണ്ട്. മീമി പൂച്ച കൊണ്ടാവാൻ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് മീനിനൊക്കെ. അപ്പോൾ ഞാൻ വെച്ചാൽ നമ്മൾ ഇനി കുറച്ച് കൊള്ളസംഖ്യ ആവാൻ ചോദിച്ചു. നമുക്ക് വലിയ ബോട്ടൊക്കെ ഉണ്ടാക്കണം. ഇപ്പോൾ ചെറിയ ബോട്ടുള്ളൂ. ഉള്ള വെച്ച് കൊണ്ടാൽ പോലെ. ഓക്കെ അത്രയുള്ളൂ. ഓക്കെ. ഇപ്പോൾ ചെറിയ പേടി പറയുമ്പോൾ ബോട്ട് ഓട്ടാവുന്നൊരു പേടിയുണ്ട്. കാരണം ബോട്ട് ഓട്ടതിൻ്റെ മൂട്ടിൽ വന്നിട്ട് മീൻ കൊത്തും. അപ്പോൾ ഞാൻ പെടും. ഓക്കെ. അത് അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് മിക്കവാറും ഉണ്ടാവും എന്ന് തോന്നുന്നു. ഓക്കെ. പിന്നെ കേസ് ഞാൻ ആദ്യം കൊടുത്തതെന്ന് വെച്ചാൽ കൺട്രോൾസ് കാണുന്നുണ്ട്. ഞാൻ ട്രാൻസ്പാരൻറ്റ് ബട്ടൺസിന് അത് ഇതാക്കാൻ മറന്നുപോയി. കാരണം കുറച്ച് വേർഡ്സിൽ പിന്നെ അങ്ങനെ ഇടാൻ പറ്റുമല്ലോ. നമ്മൾ ലെറ്റ്സ് പ്ലേയിലൊക്കെ അങ്ങനെ ഇടുകയും ചെയ്തത്. പക്ഷേ ഇതിലൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ എന്നാൽ കുറച്ച് ഞാൻ കടൽ സഞ്ചാരം ചെയ്തത്. കടൽ സഞ്ചാരം. ഓക്കെ ഗൈസ്. അങ്ങനെ നമുക്കൊരു ഷിപ്പറൊക്കെ കിട്ടി. നമ്മൾ പോണ വഴിക്ക് ഒരു ഷിപ്പറൊക്കെ കിട്ടി. നമുക്ക് അത് ലൂട്ട് ചെയ്യാം. അല്ലാതെ ആരെങ്കിലും കൊള്ളടിച്ചിട്ടുണ്ടെങ്കിൽ അവർ മുടിഞ്ഞു പോകും. പറഞ്ഞാൽ മുടിഞ്ഞു പോകും. ഓക്കെ. ഉറപ്പ്. എൻ്റെ ഉറപ്പ് പറഞ്ഞാൽ ഭയങ്കര ഉറപ്പായി. ഓക്കെ. ഞാൻ പറഞ്ഞാൽ എല്ലാവരും കേൾക്കും. അങ്ങനെ പക്ഷേ ബബിൾസ് മാത്രം ഒരു കുറേ ഇടല്ലേ. അപ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. ഓക്കെ. നല്ല ശ്വാസം നോക്കി നമുക്ക് അടിയോ. അയ്യോ ശ്വാസം കുണുങ്ങി. അയ്യോ. ഓക്കെ. ഇവിടെ ഡോറവിടെ ജസ്റ്റ് ഇതാകെ പൊട്ടിപ്പൊളിഞ്ഞേക്കണം. കൊന്നതില്ലേ. ഓഹ് ഗായ്സ് ഇത് നിർത്തുവാൻ മുടിഞ്ഞു പോകും ഗായ്സ്. എൻ്റെ സാധനങ്ങൾ. അയ്യോ ഞാൻ പൊട്ടനായി പോയല്ലേ ഗായ്സ്. ഇത് ടിപ്പു സുൽത്താനില്ലേ കടൽ സഞ്ചാരം നടത്തിയപ്പോൾ പൊട്ടിപ്പോയ കപ്പലാണ്. അല്ലെങ്കിൽ നമുക്ക് മറ്റേ വേറെ ഒന്നുമില്ലല്ലോ ജാക്ക് ആൻഡ് റോസ്. അതിൻ്റെ പേര് കുറമ്പല ടൈറ്റാനിക്കിൻ്റെ കപ്പലാവുന്നു കേസ്. ഓക്കെ. ഞാൻ അത് കണ്ടുപിടിച്ചു. ഞാൻ ഭയങ്കര വലിയ ആളാണ്. ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ് കേസ്. ഓക്കെ. അപ്പോൾ ഞാൻ ബാക്ക് ടു കടൽ സഞ്ചാരം. ഇതിൽ നമ്മളൊരു വലിയൊരു ബോട്ടും കാണുന്നുണ്ട്. അത് നമ്മൾ ലൂട്ട് ചെയ്ത കാരണം പറഞ്ഞാൽ സൂപ്പർ ബോബ് ലൂട്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ ലൂട്ട് ചെയ്തത്. അതാണ് നമ്മൾ ലൂട്ട് ചെയ്തത്. ഓക്കെ. അപ്പോൾ ബാക്ക് ടു വീഡിയോ. അങ്ങനെ കുറേ ദൂരത്തെ കടൽ സഞ്ചാരത്തിന് ശേഷം അവിടെ ഒരു ഐലൻഡ് കാണേണ്ടതാണ്. അങ്ങനെ സൂപ്പർ ബോബ് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സൂപ്പർ ബോബിൻ്റെ തലമുണ്ട കടിക്കും. ഉറപ്പടിക്കും. കണ്ട് കേസ്. അങ്ങനെ അതാണ് നമ്മുടെ സൂപ്പർ ബോബിൻ്റെ ഐലൻഡ്. എപ്സി ഐലൻഡ് വരും. എപ്സി ഐലൻഡിൻ്റെ ഒരു വേറൊരു കാര്യമാണ് അവിടെ മൃഗങ്ങളാണ് ക്രൂരത ചെയ്യുന്നത്. ഓക്കെ. കണ്ട ഹോഴ്സിനൊക്കെ ഇട്ട് കൊന്നിട്ട് ചെക്കല്ലേ അത് ഒപ്പിക്കുകയാണ്. ഇതൊരു എപ്സി ഐലൻഡ് പോലെ ആയി കേസ്. ഇപ്പോൾ സൂപ്പർ ബോബ് ഐലൻഡ് പോലെ ആയി ഇപ്പോൾ. ഓക്കെ. എൻ്റെ സ്കിന്ന് വേറെ സ്കിന്നാണ് കേസ്. ഇടയ്ക്കൊക്കെ ഭ്രാന്താണ് എൻ്റെ സ്കിന്നാണ് ഇപ്പോൾ. എന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ചൊറിഞ്ഞ് കയറുന്നു. ഇവിടെയാണ് കേസ് ഈ സൂപ്പർ ബോബ് ഐലൻഡിൻ്റെ സെൻറ്റർ ഒരു നെതർപോർട്ട് ഉണ്ട്. അവിടെയാണ് ഈ മൃഗങ്ങളൊക്കെ. ഞാൻ കൊല്ലുന്നില്ലേ ഈ മൃഗങ്ങൾ. അത് നിങ്ങൾ ആ എഡിറ്റിങ്ങിന് എന്തോ ഇഷ്യൂ തോന്നുന്നു. ഇങ്ങനെ മൃഗങ്ങളെ കൊല്ലാൻ കാണുന്നത് അത് എന്തോ ഒരു എഡിറ്റിങ് ഇഷ്യൂ ആണ്. അല്ല കേസ് കുട്ടികളൊക്കെ ആ പിഗ്ഗിക്കുട്ടി മറ്റേ ഇതൊക്കെ ഈ പിഗ്ഗിക്കുട്ടിനെ കാണുമ്പോൾ കേസ് മറ്റേ പിഗ്ഗി ബാഗില്ലേ എൻ്റെ ഇങ്ങനെ കോൺസ് കിട്ടുന്നത് അതുപോലെ ഉണ്ട്. നല്ല കൂട്ടല്ലേ ക്യൂട്ട്. ഇവിടെ എവിടെയോ ആണ് ഈ സൂപ്പർ ബോബ് ഐലൻഡത്തെ ഈ മഹാ നിൽക്കുന്നത് സൂപ്പർ ബോബ്. അപ്പോൾ എന്തൊക്കെ കാട്ടുണ്ടാവുന്ന നമുക്കറിയാം. കളുടെ ഹോസിനൊക്കെ തല്ലിക്കൊല്ലുന്നത് ഞാൻ കേട്ടറിഞ്ഞത്. എന്താവും എന്നറിയില്ല. നമ്മൾ നോക്കാം. അങ്ങനെ ചെയ്താൽ അവനാണ് ഈ ആക്സ് കൊണ്ട് വെട്ടിക്കൊല്ലും. അവിടെ തറയാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പ്രദർശിപ്പിക്കും കേസ്. ഓക്കെ. ഉറപ്പായിട്ട് പ്രദർശിപ്പിക്കും. ഓക്കെ. നിങ്ങൾ പഠിക്കണ്ട. ഞാനങ്ങനെ ഈ ഐലൻഡുകാരുടെ കൂട്ട് നിൽക്കുന്ന ആളല്ലല്ലോ. നിങ്ങൾക്കറിയില്ല എന്നെ. ഞാൻ ഭയങ്കര പുലിയല്ലേ. ഓക്കെ കേസ്. അപ്പോൾ നമുക്ക് ചടം. ഓക്കെ. ഇതാണ് എൻ്റെ പാർക്കോർ. ഞാൻ പാർക്കോറന്നെ കേസ്. സീൻ തന്നെ ഞാൻ അല്ലേ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കേസ് ഞാൻ സീനാണെങ്കിൽ നിങ്ങൾ ഓക്കെ. ഞാൻ സീനാണെങ്കിൽ നിങ്ങൾ മന്തിക്ക് ചെയ്യുന്നു പറയും. ഓക്കെ. ഞാൻ സീനല്ലെങ്കിൽ നിങ്ങൾ ബിരിയാണിക്ക് ചെയ്ത് പറയും. ഓക്കെ. അതാണ് അപ്പോൾ നമ്മുടെ കോൺടെസ്റ്റ്. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മന്തിക്ക് ചെയ്ത് വരിക. നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബിരിയാണിക്ക് ചെയ്ത് വരിക. ഓക്കെ. അതാണ് എപ്സി ഐലൻഡിൻ്റെ സെൻറ്റർ നെതർപോർട്ടിൽ. ഞാൻ പക്ഷേ കൊല്ലുന്നില്ലേ നിങ്ങൾക്കറിയാലോ. ഞാൻ ഭയങ്കര അത്ര നല്ലൊരു നന്മമരം
അല്ല ഗേസ് ഞാൻ അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ മന്തി കിജി ഓക്കെ ഓക്കെ അത് നമുക്ക് അതാണ് കാണുന്നത് നമ്മുടെ എയർപോർട്ടിൽ അവിടെയാണ് സൂപ്പർ ബോബിൻ്റെ താളം. അപ്പോൾ ഗേസ് ഞാൻ സൂപ്പർ ബോബിനെ കാണുമ്പോൾ സൂപ്പർ ബോബ് കുറേ നേരം എന്നെ വെയിറ്റ് ആക്കി പോസ്റ്റാക്കി. അപ്പോൾ ഞാൻ സൂപ്പർ ബോബിനെ കാണുമ്പോൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തു ഓക്കെ. അതാ ഗൈസ് നമ്മുടെ വിദൂരയിൽ നിന്ന് അതാ നമ്മുടെ സൂപ്പർ ബോബ് ഇറങ്ങി വരുന്നു. ഒപ്പം ആരും അതോ അയ്യോ 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 ഓടിക്കോ അയ്യോ ഗായ്സ് ഓടിക്കോ എന്നെ പട്ടി കളിക്കതേ അയ്യോ ഞാൻ നാളെ പോയി ഇട്ടിട്ടുണ്ടല്ലോ ഗേസ് ഞാൻ നാളെ എൻ്റെ കുണ്ടി കൂടെ സൂചി കയറി ഗേസ് ഞാൻ എന്ത് ചെയ്യും ഗേസ് എന്തൊരു സ്വഭാവം നോക്ക്. സൂപ്പർ ബോബ് ഓക്കെ അവനെഴുത്തി ഇരുത്തിയൊക്കെ എഴുതി എഴുത്തൊക്കെ എഴുതി ഞാൻ അയ്യോ അയ്യോ ഒന്നിലും തളരില്ല ഈ നാട്ടിൽ ഹാറ്റ് വീണ്ടും വീണ്ടും തിരിച്ചെത്തിയിട്ട് ഈ നാട്ടിൽ ഹാറ്റ് ഒതുങ്ങുക ഓക്കെ. ആ പട്ടിയുടെ കുണ്ടിമൊക്കെ അടിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ ഗേസ് ഓക്കെ. എതുക്കെ പോകണം ഗേസ് എതുക്കെ പോകണം ഏത് വഴി എവിടെ വഴി എങ്ങനെ വഴി അയ്യോ എപ്പോൾ വഴി ഞാൻ മറന്നു വരില്ല വഴി പാവണ്ട മഴയത്ത് കുളിച്ചു പോയി. അയ്യോ അവൻ്റെ അവസ്ഥ അയ്യോ അയ്യോ അവൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് ഗേസ് എന്തൊരവസ്ഥ ആലോചിക്ക്. അവൻ്റെ അത്ര ഗതിയിട്ട് ഈ ലോകത്ത് ആരുണ്ട് ഗേസ്. ഞാൻ അവിടെ ഞാൻ ഗേസിക്ക് പ്രാന്താവുണ്ട്. ഞാൻ വെറുതെ വിടില്ല ഗേസ് അവനെ നോക്കിക്കോ. നമ്മൾ ഗേസ് അങ്ങനെ വീണ്ടും സൂപ്പർ ബാരിലേക്ക് എത്തിക്കുന്നു. അതും നമ്മുടെ 3 ഹങ്കർ ബാറിൽ വീണ്ടും ഞാൻ എത്തിക്കുന്നു ഗേസ്. കഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുക ഓക്കെ. എന്ത് കേട്ടപ്പോൾ നമുക്ക് പല ഒരു നാൾ നമുക്ക് വരിക ഗേസ് ഓക്കെ. നമ്മളങ്ങനെ വീണ്ടും സൂപ്പർ ബാരിലത്തെ താവളത്തേരെ എത്തിയിരുന്നു. സൂപ്പർ നമുക്ക് ഫുഡ് എറിഞ്ഞിരുന്നുണ്ട്. പിന്നെ എത്ര ആയതുകൊണ്ട് 4 എറിഞ്ഞിരുന്നുണ്ട്. താങ്ക് യു സൂപ്പർ ബോബ് ബിഗ് ഫാൻ. യേശുന്നില്ലല്ലോ ഗൈസ് ഈ പട്ടിയാണ് എനിക്ക് നൽകുന്നത്. നിന്നെ കാണിച്ചാലാ നീ സൂപ്പർ ഒരു പട്ടിയിൽ പോയി അല്ലെങ്കിൽ നിന്നല്ലേ നിന്നെ ഫ്രൈ ചെയ്തേനുണ്ട് മനസ്സിലാടാ. കുറച്ച് നമുക്ക് ഇനി നമ്മൾ പറയാൻ പറഞ്ഞ അവിടെ ഒരു കേവ് ഉണ്ട്. ആ കേവിക്ക് മൈനെ പോണ കേസ് ഓക്കെ. പിന്നെ ഇവിടെ നടന്നത് കേസ് ഓക്കെ ഒരു കുറിക്കപ്പെടേണ്ട കാര്യമാണ് കേസ് ഓക്കെ. ഗിന്നസ് റെക്കോർഡിൽ വരെ ഞങ്ങളുടെ പേര് വരേണ്ടതാണ് മോസ്റ്റ് ആയിട്ട് പീപ്പിൾസ് പറഞ്ഞിട്ട് കേസ്. അപ്പോൾ കേസ് ഈ സെർവറിൽ ഞങ്ങൾ ഒരു ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഈ സെർവർക്ക്. കാരണം ഏറ്റവും കൂടുതൽ പ്രാവശ്യം തട്ടുന്ന പറഞ്ഞ ഒരു ഗിന്നസ് റെക്കോർഡ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് കേസ് അടിയിലൊരു അടിപൊളി മൈൻഡ് ഷാഫ്റ്റ് കേസ്. അയ്യോ ഞാനും സൂപ്പർ ബോബ് എത്ര വട്ടം കത്ത് കേസ് ഒക്കെ കേസ്. ഞങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ ബെഡ്റൂമിൽ പെട്ടെന്ന് ജാവേക്ക് വന്നപ്പോൾ ഈ സ്കെൽട്ടർ എന്ത് പവറാണ് കേസ്. സ്കെൽട്ടർ സ്നൈപ്പർ പോലെ അടിക്കുന്ന കേസ് അടിക്കണ അറിയുമോ. ഞങ്ങൾ പെട്ടെന്ന് ബെഡ്റൂമിൽ നിന്ന് ജാവേക്ക് വന്നപ്പോൾ അതിൻ്റെ വ്യത്യാസം കൃത്യമായി ഞങ്ങൾക്ക് മനസ്സിലായി കേസ്. ഞങ്ങൾ അത്രയും സൂക്ഷിച്ച് മാത്രം കളിക്കുള്ളൂ കേസ് ഓക്കെ. ഞങ്ങൾക്ക് ഫുള്ളായി മനസ്സിലായി. ഇപ്പോൾ തന്നെ ഏകദേശം 12 മിനിറ്റ് ആയിട്ട് എനിക്കറിയാം ബോറടിപ്പിക്കണേ ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് ക്ലിപ്സ് കാണാം ഓക്കെ. കുറച്ച് ക്ലിപ്സ് ഓക്കെ. മൊത്തം ചാനൽ ക്ലിപ്സാണ് ഓക്കെ നോക്കാം. ഈ ഫസ്റ്റൊക്കെ ഭയങ്കര സ്മൂത്ത് നമ്മൾ സ്മൂത്തായിട്ട് ഫുൾ അയണൊക്കെ കളക്ട് ചെയ്ത് കോളൊക്കെ കളക്ട് ചെയ്ത് പോകുന്ന കേസ്. പിന്നെ ആ ഹാർഡ്നെസ് മനസ്സിലായി കേസ്. കഷ്ടപ്പെട്ട് മനുഷ്യൻ മടുത്തു അത്ര രീതിയിലായി കേസ് ഓക്കെ. അടിക്ക് പോകുന്നതോളം ചത്തുപ്പോൾ ഒരു സൂപ്പർ ബോത്ത് ഞങ്ങൾ ഡയമണ്ട് അത്യാവശ്യം ഞങ്ങൾക്ക് ഏകദേശം 24 ഡയമണ്ടോളം കിട്ടിയത് കേസ്. 24 ഡയമണ്ടോളം അത് മൊത്തം പോയി. ഞങ്ങൾ ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ഒന്നുമില്ലാതെ ഇനി ഈ കേവിൽ നിന്ന് ഇറങ്ങിപ്പോയത് കേസ്. ഒന്നുമില്ലാതെ കയ്യിൽ ഒന്നുമില്ലാതെ നമ്മൾ ഇറങ്ങിപ്പോയത് കേസ്. അത്രയും ശൂന്യമായ അവസ്ഥയാണ് ഞങ്ങൾക്ക് കേസ് ഓക്കെ. ഫുള്ള് മോനെ അടിച്ചിട്ട് ഞങ്ങളെ ഒരു വഴിയാക്കി കേസ്. ഒരു വഴി ഞങ്ങൾ വെറുതെ ഫസ്റ്റ് ടൈം വെറുതെ അടിക്ക് ഇറങ്ങുന്നത് കേസ്. ഞങ്ങൾ ഒരു സ്റ്റോൺ ലെവലിൽ ഇരുന്നാൽ മതി. ഞങ്ങൾ വെറുതെ പൊട്ടത്തരം കാട്ടിയിട്ട് അടിക്ക് ഇറങ്ങി കളിച്ചു കേസ് ഓക്കെ. ഒരാൾ ചാവും അടുത്ത ചാവും അടുത്ത ചാവും മനുഷ്യൻ അടുത്ത കേസ് ഓക്കെ. അത്ര രീതിയിലായി. ഞാൻ ലാസ്റ്റ് ഞാൻ അവസാനം ഇവിടെ നിന്നല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് കയറിയിട്ട് സൂപ്പർ ബോബ് ഒന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് കയറിയിട്ട് ഞാൻ ഫുൾ സെറ്റ് ആണ് വായിച്ചത്. ഞാൻ ലാസ്റ്റ് ഞാൻ ഫുള്ളേ പറഞ്ഞു ഓക്കെ. കണ്ടേസ് ഞാൻ ഫുൾ സെറ്റ് അതിനാറുമായി സൂപ്പർ ബോബിൾ അതിനാറുമെന്നല്ല കണ്ടേസ്. ഞങ്ങൾ അടുത്ത ഞങ്ങളെ കാണുമ്പോൾ പറഞ്ഞ ഒരു അടിപൊളി പ്ലേസ് നോക്കി ഇറങ്ങിയ ഇതൊരു ഞങ്ങൾ അല്ല വിജിലേസ് ഞങ്ങൾ ഇതിൽ ഞങ്ങൾ പെട്ടു. അത്ര പെട്ട് പറയുമ്പോൾ അത്ര നല്ല പെട്ടു. ബിക്കോസ് പറഞ്ഞാൽ ഞങ്ങൾ അത്യാവശ്യം നല്ല പെട്ടിലാണ് പെട്ടു. കാരണം ഞങ്ങൾ എത്ര ഞങ്ങൾക്ക് നല്ല അഡിക്റ്റ് ഞങ്ങൾ നല്ലൊരു അലിന് കിട്ടണം. അപ്പം അവർ വേറെ ഒരാൾ ക്ലെയിം ചെയ്യുന്നുണ്ടാവും. അത്രയും ഒരു ശൂന്യമായ ഒരു അവസ്ഥ. സോ എനിക്ക് ആലോചിക്കാൻ പറ്റില്ല കേസ് ഓക്കെ. ഞങ്ങൾ അവസാനം ഞങ്ങൾ അടിപൊളി അലിന് കണ്ടിട്ട് ചോദിച്ചു അത് വേറെ കാര്യം ഗേസ്. പിന്നെ അതിൽ വേറെ ടീംമേറ്റ്സ് ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോരോ ബേസ് വാങ്ങി. അങ്ങനെ ഒരു റൂളുണ്ട്. എല്ലാവർക്കും കൂടി ഒരു ബേസ് ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം അത് എല്ലാവരുടെയും ബിൽഡിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ചാർലി പറഞ്ഞത്. നിങ്ങൾ ചാർലിയുടെ വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കാണുക കേസ് ഓക്കെ. ഞാൻ ഡിസ്കോഡിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ. അല്ല ഡിസ്കോഡിലല്ല ഞാനെന്താ പൊട്ടനാ ഡിസ്കഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം കാണാം. ഞങ്ങൾ പിന്നെ കുറച്ച് ഞങ്ങൾ മറ്റേ ക്യാച്ചിങ് കളിച്ചു. ഞങ്ങൾ മറ്റേ എന്താണ് ഹാർട്ട് ഓഫ് സീസൺ ചെയ്യുകൊണ്ടൊക്കെ
പിന്നെ കേസ് ഞങ്ങൾ കുറേ ഫുഡൊക്കെ കളക്ട് ചെയ്ത് നല്ല ഐലൻഡ് ഈ ഐലൻഡ് കല്ല് ചോദിച്ചു കാരണം ഇഷ്ടമാണ്. പക്ഷേ ഇത് വേറൊരാൾ ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നല്ലൊരു ഒരു പൊട്ട അവസ്ഥയായിപ്പോയി ആ ടൈമിൽ. ഈ ടൈമിൽ ഞങ്ങൾ ഒരു വില്ലേജസിനെ ഫൈറ്റ് ചെയ്തു രണ്ടാളായിട്ട്. പിന്നെ അങ്ങനെ പോയി ഞാൻ വിളിച്ചു വില്ലേജസ് കണ്ടപ്പോൾ ഞാൻ വിളിച്ചു വില്ലേജസ് ഉണ്ടാവും വിചാരിച്ചു. കാരണം വില്ലേജിൻ്റെ അടുത്ത് വില്ലേജസ് ഉണ്ടാവാൻ സാധ്യത. പിന്നെ എനിക്കൊരു ചുട്ടുമണിനെ ഇഷ്ടപ്പെട്ടു കേസ്. ഓക്കെ, ഒരു കുട്ടി എൻ്റെ ചിക്കൻ ഉണ്ടല്ലേ കുട്ടി ചിക്കൻ ഇപ്പോൾ വേറൊരു മുഖമൊക്കെ ഉണ്ട് കേസ്. നല്ലൊരു ക്യൂട്ടാണ്. ഓക്കെ, ഞാൻ അതിന് ചുട്ടുമണി പറഞ്ഞ പേരിട്ടു. പക്ഷേ അതും മറക്കായില്ല. ഇവരിപ്പോൾ എന്തോ ടാൻഡലിൻ അങ്ങനെ ഗോൾഡൻ ടാൻഡലിൻ കൊടുത്താലേ ഈ പ്രായത്തിൽ തന്നെ നിൽക്കുള്ളൂ. പക്ഷേ ഗോൾഡൻ ടാൻഡലിൻ്റെ അത് വർക്കാവണില്ല. എന്തോ ഒരു അപ്ഡേറ്റിൻ്റെ എന്തോ പ്രശ്നമാണ് കേസ്. ഓക്കെ, അങ്ങനെ ഞാൻ കുറേ മൂഞ്ചി എന്നു വെച്ച് അങ്ങനെ ഞങ്ങൾക്ക് ലാസ്റ്റ് അങ്ങനെ ഐലൻഡ് കിട്ടി. അതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തില്ല. ഇതൊന്ന് വെറുതെ ഇതൊക്കെ വെറുതെ ഞാൻ കുറേ ഐലൻഡിലേക്ക് ഫുൾ സാപ്ലിംഗ് വരെ കിട്ടി. എല്ലാ സാപ്ലിംഗ് വരെ കിട്ടി കേസ്. ഓക്കെ, ഒരു ഫുൾ സാപ്ലിംഗ് വരെ കിട്ടി. ഗായ്സ്, ഞാനത് മനസ്സിലായോ? നിങ്ങളെ സ്വന്തം ആഫ്രിക്കക്കാരുടെ കറുത്ത മുട്ട ഗായ്സ്. അപ്പോൾ എല്ലാവരും എൻ്റെ കഴിച്ച് നോക്കി അഭിപ്രായം പറയണം ഗേസ്. ഓക്കെ, സോറി ഗായ്സ്, എനിക്കിത് ഈ മോന്ത കാണുമ്പോൾ അത് തോന്നുന്നു ഗേസ്. പ്രാന്താവണോ ഇതിൻ്റെ സ്കിന്നിൻ്റെ അഭാവം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഗേസ്. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം ഗേസ്. നമ്മൾ അങ്ങനെ ഫുൾ സെറ്റ് ആണ് പറയുന്നത്. നമ്മളെല്ലാം നമുക്ക് ഇട്ടോക്കെ ഗേസ്. ഓക്കെ, നമ്മളിതെല്ലാം ഫുൾ സെറ്റ് ആണ് പറയുന്നത്. നമ്മളിപ്പോൾ അത്യാവശ്യം റിച്ചാണ് ഗേസ്. നമുക്ക് അത്യാവശ്യം ഡയമണ്ട് ഉണ്ട്. നമ്മൾ ഫുള്ളി റിച്ചാണ് ഗേസ്. ഇപ്പോൾ മനസ്സിലാവും, ഫുള്ളി റിച്ചാണ്. പിന്നെ ഗേസ് നിങ്ങളൊരു കാര്യം പറയണം. നിങ്ങളവിടെ മഴയുണ്ടോ മഴയില്ലയോ എന്ന് പറഞ്ഞു ഗേസ്. ഇപ്പോൾ മഴ ഉണ്ടെങ്കിൽ മഴ ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, മഴ ഇല്ലെങ്കിൽ മഴ ഇല്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഗേസ് നമ്മൾ നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഷോപ്പിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ പറയാം. നമ്മൾ ഒരു ഷോപ്പ് വാങ്ങുന്നുണ്ട് ഗേസ്. ഒക്കെ നമ്മൾ അത് നെക്സ്റ്റ് എപ്പിസോഡ് പറയാം. ഞാൻ ക്ലൂ തരാം. നമ്മളിപ്പോൾ എല്ലാ സാപ്ലിങ്ങും ഉണ്ട് ഗേസ്. നമുക്ക് എല്ലാ സാപ്ലിങ്ങും നമ്മളിപ്പോൾ ഉണ്ട്. ഓക്കെ, അതാണ് ക്ലൂ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് ഷോപ്പിംഗ് ആയാലും നമ്മുടെ മുട്ടായി തെരുവ് എല്ലാവർക്കും കാണിച്ചിട്ട് ഗേസ്. നമ്മളെ മുട്ടായി തെരുവ് എല്ലാവർക്കും കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം എനിക്ക് പറയണം, എല്ലാവരും നിങ്ങൾ ദേവാസ്വം ടീമിനെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുക. എല്ലാ കണ്ടന്റ് ക്രിയേഷനും പരമാവധി സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് വീഡിയോസ് ഇറക്കുന്നുണ്ട്. കുറേ പേര് നല്ല അടിപൊളി വീഡിയോസ് ഇന്നെക്കാട്ടിയും പെട്ട വീഡിയോസൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഞാൻ അടിപൊളി വീഡിയോസൊക്കെ ഇടും. ഓക്കെ, പിന്നെ ഗേസ് നമ്മൾ സർവറാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല. നമ്മൾ ഇപ്പോൾ ഗോൾ ലിസ്റ്റ് നമുക്ക് വെക്കാൻ പറ്റില്ല. നമ്മൾ ഉദ്ദേശിച്ച കാര്യം എല്ലാം നടക്കുന്നൊന്നുമില്ലേ. നമ്മൾ ആ വഴിയിലാണ് പോകും. നമ്മൾ ആ വഴിയിലാണ്ട് റെക്കോർഡ് ചെയ്ത് നമ്മളെ വഴിയിലാണ്ട് അപ്ലോഡ് ചെയ്യുക. അതാണ് നമ്മൾ പ്ലാൻ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം നമ്മൾ ചെയ്യണം. നമുക്ക് ഉദ്ദേശിച്ച കാര്യം എല്ലാം നടക്കുന്നില്ല ഗേസ്. ഓക്കെ, നമ്മളെ സർവറാണ്. നമ്മൾ കമ്മ്യൂണിറ്റി കളിക്കാം. നമ്മൾ ഒറ്റയ്ക്ക് കളിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സാഹചര്യങ്ങളിലൂടെ അത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ പറ്റില്ല ഗേസ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വയ്ക്കുന്നു. പിന്നെന്താ കേസ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വയ്ക്കുന്നു. എല്ലാവരും പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതൊന്നും മറക്കരുത്. മറക്കില്ലല്ലോ കേസ്, നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഒരു ക്യാമറ റോൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കാത്തിക്കുന്നത്. ഒരു ക്യാമറ റോൾ വരുന്നത് കേസ്. ഒരു ക്യാമറ റോൾ ഇപ്പോൾ വരും, നോക്കിക്കോ. അയ്യോ വേണ്ട. സോ എല്ലാവർക്കും ഇഷ്ടം. അയ്യോ ക്യാമറ റോൾ നോക്കി. ക്യാമറ റോൾ അതാ ക്യാമറ റോൾ ഓടിക്കോ. ക്യാമറ റോൾ വരുന്നു. ഓക്കെ, ക്യാമറ റോൾ വരുന്നു. ഓക്കെ, ഈ കള്ള ക്യാമറ റോൾ അടിച്ച് വരിക ക്രീപ്പർ നാണ്ടാവില്ലേ. പച്ച കളറായതുകൊണ്ട് ഇഷ്ടപ്പെട്ടു, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ട് വയ്ക്കുന്നു. ഇറ്റ്സ് മീ നത്തൽ ഹാൻഡ് സൈനിങ് ഔട്ട് ഗായ്സ്. ബൈ ബൈ.